സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് കടലേറ്റമുണ്ടായത്. കടലാക്രമണം രൂക്ഷമായ ഇടങ്ങളിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ആശങ്ക വേണ്ടെന്നും കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകി. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും കടൽക്ഷോഭം സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് കടലാക്രമണം ഉണ്ടായത്. തെക്കൻ കേരളത്തിലും തൃശൂരിന്റെ തീരപ്രദേശത്തും ശക്തമായ കടലേറ്റമാണുണ്ടായത്. കടലാക്രമണത്തിൽ നിരവധി വീടുകളും വള്ളങ്ങളും തകർന്നു. റോഡുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ആരംഭിച്ച കടൽക്ഷോഭം ഉച്ചയോടെ ശക്തി പ്രാപിക്കുകയായിരുന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വലിയതുറ, പൊഴിയൂർ, പൂന്തുറ തുടങ്ങിയ മേഖലകളിൽ സ്ഥിതി രൂക്ഷമാണ്. അഞ്ചുതെങ്ങ്, വർക്കല മേഖലകളിലും കടൽക്ഷോഭം ശക്തമാണ്. പൊഴിയൂരിൽ കടൽക്ഷോഭത്തിൽ വീടുകൾ തകർന്നു. പൊഴിക്കരയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. കോവളത്തെ തീരപ്രദേശങ്ങളിലുള്ള കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. തുടർന്ന് പ്രദേശത്ത് വിനോദസഞ്ചാരികൾക്ക് താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തി. കടലിൽ ഇറങ്ങുന്നതിനും നിരോധനമുണ്ട്. ആലപ്പുഴയിലും സ്ഥിതി രൂക്ഷമാണ്. ജില്ലയിലെ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലും കടലാക്രമണം രൂക്ഷമാണ്. ആറാട്ടുപുഴയിലും കടലാക്രമണമുണ്ട്. കൊല്ലത്ത് മുണ്ടക്കലിലാണ് കടലാക്രമണം. ഇവിടെയും ശക്തമായ കാറ്റും തിരമാലയും അനുഭവപ്പെട്ടു. ഇത്രയധികം സ്ഥലങ്ങളിൽ കടലാക്രമണമുണ്ടായതോടെ സംസ്ഥാനത്ത് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന ശക്തമായ തിരമാലയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.